നമസ്കാരം, നാഗേഷാണ്. ഇന്ന് നമ്മുടെ പ്രവാസി കിച്ചൻ്റെ അടുക്കള ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ പ്രവാസി കിച്ചണിൽ നമ്മൾ പാചകം ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിപിൻ്റെയും ദണ്ഡപാണിയുടെയും നേതൃത്വത്തിലാണ് അതിഗംഭീരമായ ക്ലീനിങ് പരിപാടി. മൊത്തം അഴിച്ച് പേർക്കി സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് മാറ്റി വെച്ചിട്ട് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി റിസ്ക് എടുത്തിട്ടുള്ള ക്ലീനിങ് ആണ്. ഫെലിക്സിൻ്റെ നിൽപ്പ് കണ്ടോ, വളരെ സേഫ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീനിങ് ചെയ്ത് അടിപൊളിയാക്കി ഗംഭീരമാക്കി. ദണ്ഡപാണി ക്ലീനിങ് വീഡിയോ എടുക്കുന്നതിന് പറഞ്ഞപ്പോൾ എനിക്ക് ഫേസ് കാണണമെന്ന് പറഞ്ഞിട്ട് ഫേസൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ്റെ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ഫേസൊക്കെ നമ്മൾ കാണിച്ച്. പിന്നെ അഭിനവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് ക്ലീനിങ് തുടങ്ങിയ മുതൽ അഭിനവ് ഈ ബ്രഷ് വൈപ്പറും പിടിച്ചിട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഹാളിലേക്ക് എടുത്ത് മാറ്റി വെച്ചുകൊണ്ടോ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. കാരണം 10-20 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കളയാണ്. പിന്നെ വീഡിയോ മാത്രം എടുത്താൽ പോരല്ലോ, നമുക്കും കിട്ടി നൈസായിട്ടൊരു പണി. സംഭവം എന്താ, ഒരു കബോർഡ് കഴുകേണ്ടി വന്നു. ഒരു കബോർഡല്ല കേട്ടോ, ഞാൻ ഒരുപാട് കബോർഡുകൾ കഴുകേണ്ടായി. പക്ഷേ ഏതായാലും അതൊക്കെ കഴുകി നമ്മൾ ഏറ്റെടുത്ത പണി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും. അതങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് ശക്തിയായിട്ട് തേച്ച് വരയ്ക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഏറ്റവും പണി കിട്ടി, വിപിനും വേണുവിനും. അങ്ങനെ ഏതാണെങ്കിലും നമ്മുടെ ക്ലീനിങ്ങിൻ്റെ അവസാന ഘട്ടമെല്ലാം കഴിഞ്ഞു. ഇവരെ അഴിച്ചെടുത്ത നേരത്തെ പറഞ്ഞ പണി കിട്ടിയതാ. മൊയ്തീനെ ചെറിയ സ്ക്രൂ ഡ്രൈവറിങ് എടുത്താന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണെങ്കിലും അത് ഫിറ്റ് ചെയ്തു. എക്സോസ്റ്റ് ഫാനെല്ലാം കഴുകി ഫിറ്റ് ചെയ്തു. നമ്മുടെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഈ എടുത്ത സാധനങ്ങളെല്ലാം എടുത്ത് അതേപോലെ തന്നെ വെച്ചു. പിന്നെ പണി സാധനങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് വേണു ചെയ്യുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഹാളിൻ്റെ ഭാഗത്ത് നമ്മുടെ ജാജി ആ ഒരു ഫൈനൽ ടച്ചപ്പ് കൂടി മൊത്തത്തിൽ വെള്ളം അടിച്ച് കഴുകി ഡെറ്റോളും ക്ലോറക്സും ഒന്നും പറയേണ്ട അടിപൊളി ഒരു ക്ലീനിങ് ആയിരുന്നു. കുറേ നാളുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ ചെയ്യാറുണ്ട്, അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാറില്ല. അതിനിടയ്ക്ക് നമ്മുടെ എന്താ പറയുക, ഇംഗ്ലണ്ടായിട്ടുള്ള സെമി ഫൈനലുണ്ടല്ലോ. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് സ്നാക്സൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ സെമി ഫൈനൽ മാച്ച് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി അടിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ്റെ സെഞ്ചുറി വേണ്ട, നമുക്ക് ഇന്നത്തെ മാച്ച് നമ്മൾ വിൻ ചെയ്തു. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായി. ഏതാണേലും ഇന്നത്തെ ക്ലീനിങ്ങും അതുപോലെ ഇന്ത്യയുടെ സെമി ഫൈനലും ഫൈനലിലേക്കുള്ള എൻട്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ഹാപ്പിയാണെന്ന്. അതിനിടയ്ക്ക് നമ്മൾ അടുക്കളയിൽ അത്താഴത്തിലുള്ള പരിപാടി നോക്കി, അത്താഴം ഒന്ന് സെറ്റപ്പാക്കി. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായത്. ഇതാണ് നമ്മുടെ പ്രവാസി കിച്ചൻ്റെ അടുക്കള ക്ലീനിങ്.